നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ കർശന സുരക്ഷ. മോദി ബുധനാഴ്ച തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തും. കോവിഡിന് ശേഷം കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങൾ ഏറുന്നു. കൃത്യമായ പഠനം നടത്താതെ ആരോഗ്യവകുപ്പ്. പുന്നയൂർക്കുളം എരമംഗലത്ത് കടന്നൽ കുത്തേറ്റ് ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. പൊന്നാനി തൃക്കാവ് സ്വദേശി ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് തോട് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോട് ഒരു കാലത്ത് നഗരത്തിലേക്കുള്ള പ്രധാന ജലപാതയായിരുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ കർശന സുരക്ഷ. ബുധനാഴ്ചയാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തുന്നത്. രാവിലെ ക്ഷേത്ര ദർശനം നടത്തുന്ന മോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും സംബന്ധിക്കും. രാവിലെ 7 മണിക്ക് ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തും. ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ 8:45 വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. ബുധനാഴ്ച രാവിലെ 7 മുതൽ 9 വരെയാണ് കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാവുക. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്ന സുരക്ഷാ അവലോകന യോഗം ഗുരുവായൂരിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഗുരുവായൂരിൽ നിന്ന് റോഡ് മാർഗമാണ് മോദി തൃപ്രയാർ ക്ഷേത്രത്തിലെത്തുക. സന്ദർശനത്തിന്റെ ഭാഗമായി തൃപ്രയാറിൽ പോലീസ് സുരക്ഷാ പരിശോധന നടത്തി. കളക്ടറുടെ സാന്നിധ്യത്തിൽ തൃപ്രയാറിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്നു. കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങൾ ഏറുന്നു. കോവിഡ് വ്യാപനത്തിന് ശേഷമാണ് കുഴഞ്ഞു മരണങ്ങളുടെ എണ്ണമേറിയത്. കാർഷിക സർവകലാശാല പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ അനി എസ് ദാസ് ദൂരദർശനിൽ തത്സമയം പരിപാടിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. കൊരട്ടിയിൽ വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് യോഗത്തിൽ സംസാരിക്കുന്നതിനിടെ അധ്യാപിക 41 വയസ്സുള്ള രമ്യ കുഴഞ്ഞു വീണ് മരിച്ചത് ഏതാനും ദിവസം മുൻപാണ്. സമീപ ദിവസങ്ങളിൽ തന്നെ ഇത്തരം നിരവധി മരണങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. കോവിഡിന്റെ ഭാഗമായി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കോവിഡിന് ശേഷം ഇത്തരം മരണങ്ങൾ ഏറി വന്നത് വാസ്തവമാണ്. കോവിഡ് ബാധിച്ചവർക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ പഠനങ്ങൾ പുറത്തു വന്നിരുന്നു. ഹൃദയാഘാത സാധ്യതയും ഏറെയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കോവിഡ് ഗുരുതരമായി ബാധിച്ചവർ കായികാധ്വാനം കൂടിയ പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതേസമയം ഇത്തരം കുഴഞ്ഞു വീണു മരണങ്ങളെ സംബന്ധിച്ച് കൃത്യമായ പഠനങ്ങൾ നടന്നിട്ടുമില്ല. മുൻകരുതലുകളെക്കുറിച്ചോ ഹൃദയ സംബന്ധമായ പരിശോധനകൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചോ ആരോഗ്യ വിഭാഗം ഒരു നിർദ്ദേശവും നൽകിയിട്ടുമില്ല. TCV തൃശൂർ. പുന്നയൂർക്കുളം എരമംഗലത്ത് കടന്നൽ കുത്തേറ്റ് ഒരാൾ മരിച്ചു. പൊന്നാനി തൃക്കാവ് സ്വദേശി 70 വയസ്സുള്ള ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. കടന്നൽ കുത്തേറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പുളിക്കത്ര കുടുംബക്ഷേത്ര കാവിൽ പൂജ നടക്കുന്ന സമയത്താണ് സംഭവം. കാവിനുള്ളിൽ ആളുകൾ കൂടിയ നേരത്ത് ശക്തമായ കാറ്റുമൂലം കടന്നൽക്കൂട്ടം ഇളകി വന്ന് ആക്രമിക്കുകയായിരുന്നു. ശരീരമാസകലം കുത്തേറ്റ ഗോപാലനെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഏതാനും ദിവസങ്ങളായി മേഖലയിൽ കടന്നൽ ശല്യം ഉള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരത്തിലെ കാവിൽക്കടവ് തോടിന്റെ നവീകരണം വീണ്ടും ചർച്ചയാകുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോട് ഒരു കാലത്ത് നഗരത്തിലേക്കുള്ള ജലപാതയായിരുന്നു. ചരക്കുവള്ളങ്ങളും യാത്രാവള്ളങ്ങളും ധാരാളമായി കടന്നുപോയിരുന്ന ജലപാതയായിരുന്നു കാവിൽക്കടവ് തോട്. റോഡ് വഴിയുള്ള ഗതാഗതം സജീവമായതോടെ മറ്റ് ജലമാർഗങ്ങളെപ്പോലെ ഈ തോടും നിർജീവമായി മാറി. 10 വർഷം മുൻപ് വരെ ആഴ്ചയിൽ 2 തവണ എറണാകുളത്തു നിന്നുമുള്ള ചരക്കുവെള്ളം കാവിൽക്കടവിൽ എത്തിയിരുന്നു. പിന്നീട് അതും നിലച്ചു. മണൽ വാരലിന് നിയന്ത്രണം വന്നതോടെ മണൽ വഞ്ചികളും അപ്രത്യക്ഷമായി. കനോലി കനാലിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്ററിലധികം ദൂരം നഗരത്തിലേക്ക് കയറിക്കിടക്കുന്ന ജലമാർഗമാണ് കാവിൽക്കടവ് തോട്. നഗരത്തിലെ ചെറുതോടുകളിൽ നിന്നുമുള്ള വെള്ളം ഒഴുകിയെത്തുന്ന പ്രധാന ഇടമാണിത്. അതുകൊണ്ട് തന്നെ നഗരത്തിലെ സർവ്വമാലിന്യങ്ങളും ഇവിടെ വന്നടിയുന്നുണ്ട്. വേലിയേറ്റ സമയത്ത് പുഴയിൽ നിന്നും വെള്ളം കയറുന്ന കാവിൽക്കടവ് തോട് വേലിയിറക്ക സമയത്ത് ഏറെക്കുറെ വറ്റിവരളും. യഥാസമയങ്ങളിൽ ശുചീകരണം നടത്താത്തതിനാൽ ദുർഗന്ധം രൂക്ഷമാണിവിടെ. ആലപ്പുഴയിലെയും ചില വിദേശ രാജ്യങ്ങളുടെയും മാതൃകയിൽ കാവിൽക്കടവ് തോടിനെ സൗന്ദര്യവൽക്കരിക്കണമെന്ന ആവശ്യത്തിന് പിന്തുണ ഏറിവരികയാണ്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ സാമൂഹ്യ പ്രവർത്തകനായ കല്യാൺ റാം കാവിൽക്കടവ് തോട് നവീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു.
ഈ തോട് കുറച്ച് കാലം മുമ്പ് വരെ വളരെ നല്ല വെള്ളമായിരുന്നു. അതിൽ എല്ലാ ജനങ്ങളും കുളിച്ചിരുന്ന് മറ്റാവശ്യങ്ങൾക്കെല്ലാം എടുത്തിരുന്നു. എറണാകുളത്ത് നിന്ന് ആഴ്ചയിൽ 2 വഞ്ചി വന്നിരുന്നു. ഇവിടെ മണലും മറ്റു സാധനങ്ങളൊക്കെ വന്നിരുന്നതാണ്. ഇപ്പോൾ മുഴുവൻ ടൗണിലെ മാലിന്യങ്ങളും വേസ്റ്റും വന്നടിയുന്ന ഒരു സ്ഥലം മാത്രമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. ഈ മാലിന്യ നിർമ്മാർജ്ജനം എത്രയും വേഗത്തിൽ ഇവിടെ നടത്തേണ്ടത് ഒരു അത്യാവശ്യമാണ്. എല്ലാ നടപടികളും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ. സ്ഥാപിക്കുക, സൗന്ദര്യവൽക്കരിക്കുക, നടപ്പാതയും നടപ്പാലങ്ങളും നിർമ്മിക്കുക, ആംഫി തിയേറ്റർ സ്ഥാപിക്കുക തുടങ്ങി വിവിധ നിർദ്ദേശങ്ങൾ കല്യാൺ റാം നവകേരള സദസ്സിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു. നവീകരണത്തിലൂടെ കാവിൽക്കടവ് തോടിനെ ജലവിനോദ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. TC വിനോസ്, കൊടുങ്ങല്ലൂർ. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ TH മുസ്തഫ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ പുലർച്ചെയായിരുന്നു മരണം. കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 4 തവണയും ആലുവയിൽ നിന്നും 1 തവണയും നിയമസഭയിലേക്കെത്തി. കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു. എറണാകുളം DCC ജനറൽ സെക്രട്ടറി, എറണാകുളം DCC പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി, KPCC വൈസ് പ്രസിഡന്റ്, കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പാറയമ്പാടത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച അപകടം. 2 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. ഇന്നലെ രാത്രിയിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. പോർക്കുളം സ്വദേശികളായ ദിലീപ്, ജിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണാണ് ഇരുവർക്കും പരിക്കേറ്റത്. അപകടത്തിൽ ദിലീപിന്റെ കാൽപാദം മുറിഞ്ഞ് തൂങ്ങിയ നിലയിലാണ്. അപകടത്തിനിടയാക്കിയ കാർ നിർത്താതെ പോയി. പിന്നീട് പോർക്കുളം കൊങ്ങണൂർ റോഡിൽ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. അണ്ടത്തോട് വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ 2 പേരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അണ്ടത്തോട് സ്വദേശികളായ കുന്നമ്പത്ത് വീട്ടിൽ ഫഹദ്, മുഹമ്മദ് യാസിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 2 പ്രതികൾ ഒളിവിലാണ്. വെള്ളിയാഴ്ച രാത്രിയിലാണ് 4 അംഗ സംഘം വീട് കയറി ആക്രമിച്ചത്. ആക്രമണത്തിൽ ആമിനു, റാബിയ, ഷലീം എന്നിവർക്കാണ് പരിക്കേറ്റത്. ഷമീലിന് പുറത്ത് കുത്തേറ്റിരുന്നു. കുന്നംകുളം ആർത്താറ്റ് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് യുവതിക്ക് പരിക്കേറ്റു. നരിപ്പറമ്പ് സ്വദേശിനി പുതുപ്പറമ്പിൽ വീട്ടിൽ സഞ്ജനയ്ക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് കാലിന് പരിക്കേറ്റ യുവതിയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 4 നാൾ നീണ്ടു നിൽക്കുന്ന താലപ്പൊലി മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് മകര സംക്രമ സന്ധ്യയിൽ 1001 കതിനവെടികൾ മുഴങ്ങുന്നതോടെയാണ് താലപ്പൊലി ആഘോഷത്തിന് തുടക്കമാവുക. 1-ാം താലപ്പൊലി ആയ തിങ്കളാഴ്ച രാവിലെ 1001 കതിനവെടി, ഉച്ചയ്ക്ക് എഴുന്നള്ളിപ്പ്, വൈകിട്ട് വെടിക്കെട്ട് തുടങ്ങിയവ നടക്കും. പരമ്പരാഗത ചടങ്ങുകളാൽ സമ്പന്നമാണ് 1-ാം താലപ്പൊലി നാൾ. വ്രതം നോറ്റെത്തുന്ന മലയരയന്മാരും കുടുംബി സമുദായവും ക്ഷേത്രാങ്കണത്തിൽ തനത് ചടങ്ങുകൾ നടത്തും. മകരവിളക്ക് നാളെ. മകരജ്യോതിക്കായി ശബരിമല സന്നിധാനം ഒരുങ്ങി. മകരവിളക്ക് ദർശിക്കാൻ ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്കേറി. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ക്യൂ 50,000 പേർക്കായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്തും പരിസരത്തും മകരവിളക്ക് ദർശനത്തിനായി എത്തിയ തീർത്ഥാടകർ ശാലകൾ കെട്ടി കാത്തിരിക്കുകയാണ്. മകരജ്യോതി തെളിയുന്ന മകരസംക്രമ സന്ധ്യയിൽ നാളെ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ 15,008 എള്ളുതിരിയിട്ട മൺചിരാതുകൾ ദീപങ്ങൾ തെളിയിക്കും. വിളവെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പാടം വെള്ളത്തിൽ മുങ്ങി. പൊയ്യ പഞ്ചായത്തിലെ ഊളൻചിറ തോട്ടിൽ വെള്ളം നിറഞ്ഞ പാടശേഖരത്തിലേക്ക് കയറിയതാണ് ആശങ്കയാകുന്നത്. മടത്തുംപടി വെസ്റ്റ് പാടശേഖരത്തിൽ 10 ഏക്കർ സ്ഥലമാണ് വിൽസൺ പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കിയിട്ടുള്ളത്. 2 ആഴ്ച കഴിഞ്ഞാൽ കൊയ്യാനുള്ള പാടശേഖരങ്ങളാണ് വെള്ളത്തിൽ മുങ്ങിയത്. ഇളന്തിക്കര സ്വദേശി 80 വയസ്സുള്ള മാളിയേക്കൽ വിൽസൺ 1961 മുതൽ പൂർണ്ണസമയം കർഷകനാണ്. ജില്ലയിലെ വിവിധ പാടശേഖരങ്ങളിൽ പാട്ടത്തിനെടുത്ത 30 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത്. വേനൽക്കാലമായതോടെ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ ഊളൻചിറയിൽ തടയണ കെട്ടിയ ശേഷം കനത്ത മഴ പെയ്തതാണ് പാടശേഖരത്തിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയത്. തോടിന്റെ ആഴം കുറഞ്ഞതാണ് പാടശേഖരത്തിലേക്ക് വേഗത്തിൽ നേരിട്ട് വെള്ളം കയറാൻ ഇടയാക്കുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ
തടയണ പൊട്ടിച്ചാൽ വീണ്ടും ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പാടശേഖരത്തിലെ വെള്ളം ഒഴുക്കിക്കളയാൻ തടയണ പൊട്ടിച്ചാൽ അപ്പോൾ തന്നെ വീണ്ടും കെട്ടേണ്ടിവരും. കനത്ത മഴയുടെ 2 ദിവസം മുൻപാണ് 40,000 രൂപയോളം ചിലവഴിച്ച് തടയണ കെട്ടിയത്. 2 കിലോമീറ്ററോളം വരുന്ന തോട് മണ്ണ് നിറഞ്ഞത് നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിക്കണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ്. ഈ ആവശ്യത്തിന് വിവിധ വകുപ്പുകളിൽ നിന്നും പരിഗണനയുണ്ടായിട്ടില്ല. തോട് ആഴം വർദ്ധിപ്പിച്ചാൽ പാടത്തു നിന്ന് വെള്ളം ഒഴുക്കിവിടാൻ കഴിയുമെന്ന് വാർഡംഗം റീന സേവ്യർ അറിയിച്ചു. 20 കൊല്ലമായി പുത്തമേഖല പഞ്ചായത്ത് കൃഷി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. വടത്തമ്പടി വെസ്റ്റ് പാടശേഖരത്തിൽ 10 ഏക്കർ കൃഷി ഇപ്പോൾ വെള്ളത്തിൽ കിടക്കുകയാണ്. തോടുകളിലെ വെള്ളം പറ്റിയാൽ നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞ് കൊയ്യാവുന്നതാണ്. ഇന്നലെ കൃഷി ഓഫീസർ വന്ന് കൃഷി സ്ഥലം വന്ന് കണ്ട് അന്വേഷണത്തെ റിപ്പോർട്ട് പഞ്ചായത്തിലേക്ക് കൊടുക്കാൻ പോയിട്ടുണ്ട്. TCV ന്യൂസ് മാള. TCV ചീഫ് ടെക്നീഷ്യൻ ലിയോൺസിന്റെ പിതാവ് പുറാട്ടുകര കുര്യൻ മകൻ ജോർജ് അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10:30 പുത്തൂർ സെന്റ് തോമസ് ഫെറോന പള്ളിയിൽ നടക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. സാംസൺ പുലിക്കോട്ടിൽ, DCC ജനറൽ സെക്രട്ടറിമാരായ CI ET മാത്യു, ബിജോയ് ബാബു, ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് വാസു കോട്ടോൽ, വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഫെറോന പള്ളിയുടെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുന്നു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ വിനീത് മൈക്കിൾ കാർമ്മികത്വം വഹിച്ചു. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. തുടർന്ന് വർണ്ണമഴയും ഉണ്ടാകും. കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ കഥകളി അവതരണം നടന്നു. കലാമണ്ഡലം നൃത്തവിഭാഗം വകുപ്പ് മേധാവി കലാമണ്ഡലം ഹേമാവതി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കലാമണ്ഡലം മുകുന്ദൻ രുക്മാഗതൻ ആയും നവീൻ മോഹിനിയായും അവതരിപ്പിച്ച കഥകളി അരങ്ങിലെത്തി. സംഗീതത്തിൽ കലാമണ്ഡലം വിനോദ്, കലാമണ്ഡലം അജീഷ് പ്രഭാകർ, കലാമണ്ഡലം രവിശങ്കർ, ചെണ്ടയിലും സരോദ് ഇടയ്ക്കയിലും, അനീഷ് രാഹുൽ എന്നിവർ മദ്ദളത്തിലും, കലാമണ്ഡലം സുകുമാരൻ ചുട്ടിയിലും, അരുൺ രമേശ് സോഹാൻ എന്നിവർ അണിയർ പ്രവർത്തനത്തിലാണ് കഥകളി വേഷം വേദിയിൽ അവതരിപ്പിച്ചത്. കരുതലിന്റെ സമ്മാനങ്ങളുമായി JRC കേഡറ്റുകൾ അഗതി മന്ദിരത്തിലെത്തി. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കേഡറ്റുകളാണ് കൊടുങ്ങല്ലൂർ ആശ്രയ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് സഹായഹസ്തവുമായി എത്തിയത്. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ 200ഓളം കേഡറ്റുകൾ സ്വരൂപിച്ച ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ പാത്രങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും ഇവർ കൈമാറി. സീനിയർ അധ്യാപിക VI ശ്രീലത, JRC കോർഡിനേറ്റർ നിമി മേപ്പുറത്ത്, അധ്യാപകരായ KM ലിജി, സാബറ, S നീലി, വിമൽ വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയവും പരിസരവും ദീപാലങ്കൃതമായി. വടക്കാഞ്ചേരി SI ജോയി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വികാരി ഫാദർ സെബി ചുറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജിജു ചെറിയത്ത്, ഫ്രാൻസിസ് ചെറുവത്തൂർ, സോണി മുരിങ്ങാത്തേരി തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ തീരദേശവാസികൾക്കായി സൗജന്യ നേത്രരോഗ ക്യാമ്പ് സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറി സ്കൂളിൽ നടന്ന ക്യാമ്പ് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ അധ്യക്ഷയായി. കോസ്റ്റൽ SI VN മണികണ്ഠൻ, ഡോക്ടർ രമ്യ പ്രവീൺ, പഞ്ചായത്ത് അംഗങ്ങളായ മിനി അരയങ്ങാട്ടിൽ, ജയന്തി, സിബിൻ അമ്പാടി, RR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
ചെളിങ്ങാട് ആമിന മസ്ജിദിൽ ഹദാദ് ദശവാർഷിക സമ്മേളനത്തിന് തുടക്കമായി. നജീബ് തങ്ങൾ ആന്ത്രോത്ത് ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ ഹാജി മുറിത്തറ അധ്യക്ഷനായി. ഡോക്ടർ അബ്ദുൽ ഖാദർ, ഡോക്ടർ ഹാഫിൽ അഹമ്മദ് നൌഫൽ റഹ്മാനി എന്നിവർ സംസാരിച്ചു. നിർധന യുവതികൾക്ക് വിവാഹവസ്ത്രങ്ങൾ സൗജന്യമായി വാടകയ്ക്ക് നൽകാൻ മാരീസ് ഡ്രസ് ബാങ്ക്. വിവാഹവസ്ത്രങ്ങൾ എങ്ങനെ വാങ്ങും എന്നോർത്ത് വിഷമിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഉദ്ദേശിച്ചാണ് ഡ്രസ് ബാങ്ക്. ചാവക്കാട് പുന്നയിൽ ആരംഭിച്ച മാരീസ് ഡ്രസ് ബാങ്ക് നിർധന കുടുംബങ്ങളുടെ യുവതികൾക്ക് സൗജന്യമായി വിവാഹവസ്ത്രങ്ങൾ വാടകയ്ക്ക് നൽകും. പുന്ന സ്വദേശി കറുപ്പം വീട്ടിൽ ഷജ്മീറും ഭാര്യ ഷൈജയുമാണ് ഡ്രസ് ബാങ്ക് ആരംഭിച്ചത്. നാസർ മാനു ഡ്രസ് ബാങ്ക് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭ മുൻ ചെയർമാൻ PK അബൂബക്കർ ഹാജി അധ്യക്ഷനായി. മണ്ണത്രിക്കോവിൽ ടെമ്പിൾ റോഡ് വെൽഫെയർ അസോസിയേഷന്റെ 6ാം വാർഷികാഘോഷം അസോസിയേഷൻ പ്രസിഡന്റ് രാമകൃഷ്ണകുമാറും സെക്രട്ടറി സന്തോഷ് കുറുവത്തും ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ റെജീന ജിപ്സൺ, വൈസ് പ്രസിഡന്റ് മനോജ് കോരപ്പത്ത്, ജോയിന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ പോരാടുക എന്ന മുദ്രാവാക്യവുമായി കുറാഞ്ചേരി നിന്നും അത്താണിയിലേക്ക് നടന്ന കൂട്ടയോട്ടത്തിൽ 500-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, കൌൺസിലർ K ഉദയബാലൻ, സ്കൂൾ പ്രധാനാധ്യാപിക M രമണി, സ്കൂൾ മാനേജർ M ശശികുമാർ, വടക്കാഞ്ചേരി സിവിൽ എക്സൈസ് ഓഫീസർ ET രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ കർശന സുരക്ഷ. മോദി ബുധനാഴ്ച തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തും. കോവിഡിന് ശേഷം കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങൾ ഏറുന്നു. കൃത്യമായ പഠനം നടത്താതെ ആരോഗ്യവകുപ്പ്. പുന്നയൂർക്കുളം എരമംഗലത്ത് കടന്നൽ കുത്തേറ്റ ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. പൊന്നാനി തൃക്കാവ് സ്വദേശി ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് തോട് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോട് ഒരു കാലത്ത് നഗരത്തിലേക്കുള്ള പ്രധാന ജലപാതയായിരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.